ഗസയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ എന്നുള്ളത് വിശുദ്ധ മാർപ്പാപ്പ അഥവാ ക്രിസ്ത്യൻ വിശ്വാസി സമൂഹം വളരെ ആദരവോട് കാണുന്ന മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ഒരു നിലപാട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അത് ഗസയെ പറ്റിയാണ്. ഗസയിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ അഥവാ മനുഷ്യത്വരഹിതമായ ജനുസൈഡിനെ, വംശഹത്യയെ പറ്റിയുള്ള അന്വേഷണങ്ങൾ നടക്കണമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ വലിയൊരു പ്രസ്താവനയാണ്. പ്രത്യേകിച്ചും 1 വർഷത്തിൽ കൂടുതലായി ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്നുള്ളത്. ലോകത്ത് വിവിധ രാജ്യങ്ങൾ ഇതിനു മുമ്പ് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പലതരം നിലപാടുകൾ പല രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ ചില രാജ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഇസ്രായേലുമായിട്ടുള്ള ആയുധ കച്ചവടം അടക്കമുള്ള കാര്യങ്ങൾ ചില രാജ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള നടപടികൾ വിവിധ രാജ്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ലോകത്ത് ക്രിസ്ത്യൻ വിശ്വാസി സമൂഹം വളരെ ആദരവോട് കൂടി കാണുന്ന വത്തിക്കാനിൽ നിന്നും ഇത്തരം ഒരു പ്രതികരണം വന്നിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിന്റെ പ്രത്യേകത എന്നുള്ളത്. ഇതിൽ പ്രത്യേകിച്ചും എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതല്ല, വിശുദ്ധനായ ക്രിസ്ത്യൻ വിശ്വാസി സമൂഹം കാണുന്ന മാർപ്പാപ്പ ഇപ്പോൾ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അഥവാ ഗസയിൽ കഴിഞ്ഞ 1 വർഷമായി നടക്കുന്ന മനുഷ്യത്വരഹിതമായ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവിടെ നടക്കുന്ന കുരുതികളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിലും കഴിഞ്ഞ ദിവസങ്ങളിലും 76ഓളം ആളുകളെയാണ് ഇസ്രായേൽ ഗസയിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ജനസൈഡിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തണമെന്നാണ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വളരെ പ്രധാനമുള്ള ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും ഗസയിൽ ഇപ്പോഴും ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്നുള്ളത്. ബൈറൂത്തിൽ, ലെബനനിൽ ചെറിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്ക് ഇസ്രായേൽ തയ്യാറാവുമ്പോൾ ഗസയിൽ ഒരു രീതിയിലും ഒരു തരത്തിലും നിർത്തിവെക്കാതെ ഒരു ദിവസവും ഇടവിടാതെ കൃത്യമായിട്ട് മനുഷ്യക്കുരുതികൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ഹമാസ് അവരുടെ പ്രവർത്തനം ഒരു നിലക്കും അവസാനിപ്പിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം തന്നെ ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ളത് ഹമാസിന്റെ സ്നൈപ്പർ ടീം 5ഓളം ഇസ്രായേലി മിലിറ്ററികളെ വെടിവെച്ചു വീഴ്ത്തി എന്നുള്ളതാണ്. അതിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഇസ്രായേലി സൈന്യത്തിന്റെ എണ്ണം ഇസ്രായേൽ സ്ഥിരീകരിച്ചതനുസരിച്ച് 3 പേർ ഗസയിൽ കൊല്ലപ്പെട്ടു എന്നതാണ്. ഇങ്ങനെ ഓരോ ദിവസവും കൃത്യമായിട്ട് അവിടെ ഇസ്രായേലിന്റെ സൈനികർ കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്നാൽ ഈ 400 ദിവസത്തോളം യുദ്ധം ചെയ്തതിന്റെ ഒരു സാഹചര്യത്തിൽ ഹമാസ് സ്വീകരിക്കുന്ന ഇപ്പോഴത്തെ അവരുടെ ഒരു അവലംബ രീതി എന്നുള്ളത്, ആദ്യഘട്ടത്തിൽ അവർ രൂക്ഷമായ ഗറില്ല മുറകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെങ്കിൽ 1 വർഷത്തിന് ശേഷം ഇപ്പോൾ ഹമാസ് പ്രയോഗിക്കുന്നുള്ളത് കൃത്യമായിട്ട് ശത്രുവിനെ അവരുടെ കെണിയിലേക്ക് വരുത്തുക എന്നുള്ള ഒരു തന്ത്രമാണ്. അങ്ങനെയാണ് ബൈത്ത് ലാഹിയിൽ അടക്കമുള്ള ഈ ഒരു മേഖലയിൽ, ഈ ഒരു അഭയാർത്ഥി ക്യാമ്പിനടുത്തുള്ള ഈ ഒരു സ്ഥലങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തിന് മുതിരുമ്പോൾ അവിടെ ഈ കൃത്യമായിട്ട് ഈ ഇസുദ്ദീൻ അൽ ഖസാം അഥവാ ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസുദ്ദീൻ അൽ ഖസാം പ്രത്യക്ഷപ്പെടുകയും ഇസ്രായേലി സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുകയുമാണ് ചെയ്യുന്നുള്ളത്. അത് വിവിധ കെട്ടിടങ്ങളിൽ ചിലപ്പോൾ അവരുടെ ആളുകൾ ഉണ്ടെന്നുള്ള പ്രതീതി സൃഷ്ടിക്കുക, വ്യാജമായ അത്തരം കാര്യങ്ങൾ ആകർഷിപ്പിക്കുക. അത്തരത്തിൽ നോക്കുമ്പോൾ ആ കെട്ടിടത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടോ ഇസ്രായേലി സൈന്യം അവിടെ എത്തുകയും എന്നാൽ അവിടെ ആരും ഉണ്ടാകാതിരിക്കുകയും ഈ കെണിയിൽ അകപ്പെട്ട ഇസ്രായേലി സൈന്യത്തെ ഹമാസിന്റെ ഇസുദ്ദീൻ അൽ ഖസാം ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതി. അതായത് ശത്രുവിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വൈറ്റ് ചെയ്തുകൊണ്ട് എത്ര സമയമാണോ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടത്, മണിക്കൂറുകളാണെങ്കിൽ മണിക്കൂറുകൾ, ദിവസങ്ങളാണെങ്കിൽ ദിവസങ്ങൾ, അങ്ങനെ കാത്തിരുന്ന് ശത്രു കൃത്യമായിട്ട് ആ കെണിയിൽ അകപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മാത്രം ആക്രമണം നടത്തുന്ന രീതിയാണ് ഇപ്പോൾ ഹമാസും ഇസുദ്ദീൻ അൽ ഖസാമും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള ഷെല്ലാക്രമണം, പരസ്പരമുള്ള പോരടിക്കൽ അത്തരത്തിലല്ലാതെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധതന്ത്രം എന്നുള്ളത് ഇസ്രായേലിന് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇവിടെ സിവിലിയൻസിനെ അവർക്ക് വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്താൻ കഴിയുമ്പോഴും ഈ ഒരു പ്രശ്നം എന്നുള്ളത്, ഈ കെണികൾ മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. കാരണം ഉപരോധത്താൽ വലയുന്ന കിലോമീറ്ററുകൾ മാത്രം പരിധിയുള്ള ഗസയിൽ 1 വർഷമായി യുദ്ധം ചെയ്യുന്ന ഹമാസ് എന്ന ചെറുസംഘത്തെ
ഒരു വർഷം യുദ്ധം ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ അവർ ഇനിയും ഇത്തരം സ്ട്രാറ്റജികൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള തന്ത്രമായിട്ട് അവർ കണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അതായത് കൃത്യമായിട്ട് കെണിവെച്ച് വീഴ്ത്തുക എന്ന് പറയുന്നത് പോലെ ഈ ഒരു ഇസ്രായേലിന്റെ IDFന്റെ സൈനിക വ്യൂഹത്തെ അവിടത്തേക്ക് ആകർഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം, പൊടുന്നനെയുള്ള ഒരു ആക്രമണ രീതി അവലംബിക്കുകയാണ്. ഗറില്ല പോരാട്ടത്തിൽ നിന്നുമുള്ള തികച്ചും വ്യത്യസ്തമായ ഒരു ആക്രമണ രീതിയാണ് ഇപ്പോൾ ഹമാസ് അവലംബിക്കുന്നത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നാറ്റോയിൽ നിന്നും ഇപ്പോൾ ഈ ഉക്രൈന് ഒരു ഇത് കൊടുത്തിരിക്കുകയാണ്, നാറ്റോ അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. അഥവാ റഷ്യക്കെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അംഗീകാരം നാറ്റോ ഉക്രൈന് നൽകിയിരിക്കുകയാണ്. ഇതും വളരെ വലിയ മറ്റൊരു യൂറോപ്പിലേക്ക് നോക്കുമ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ബാലിസ്റ്റിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് ഈ ഉക്രൈൻ കടന്നാൽ റഷ്യ വളരെ വലിയ രീതിയിലുള്ള ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ടുള്ള റഷ്യ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തിരിച്ച് യുക്രൈനിലേക്ക് നടത്തിയേക്കാം. അങ്ങനെ നടത്തുമ്പോൾ അത് വലിയ രീതിയിലുള്ള മനുഷ്യക്കുരുതികളിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കപ്പെടുന്നത്. അത്തരത്തിൽ ഇങ്ങനെ ബാലിസ്റ്റിക് കൊണ്ടുള്ള ആക്രമണങ്ങൾക്ക് അംഗീകാരം കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്നുള്ളത് വളരെ ഗുരുതരമാണ്. ഇത് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള വലിയ യുക്രൈനിൽ നിന്നുള്ള ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുള്ളത് വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിൽ സംഭവിച്ചിട്ടുള്ള മറ്റൊരു കാര്യം നമ്മൾ കാണാതെ പോകരുത്. അത് ഇറാനിൽ നിന്നുള്ള വാർത്തകളാണ്. ഇറാൻ റഷ്യക്ക് മിസൈലുകളും ആയുധങ്ങളും നൽകുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇറാനെതിരെയുള്ള പുതിയൊരു ഉപരോധത്തിന് തയ്യാറെടുക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ളത്. അതായത് യൂറോപ്യൻ യൂണിയൻ വീണ്ടും ഒരു ഉപരോധം ഇറാന് നേരെ ചുമത്താനുള്ള ശ്രമങ്ങളിലാണ്. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത്, ഇത്രയും കാലം ഇറാൻ ഉപരോധത്തിലായിരുന്നു. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഈ ഉപരോധം എന്നുള്ളത് കടലിലെ വാണിജ്യപരമായ കാര്യങ്ങളിൽ അടക്കം ഉൾപ്പെടുന്ന ഉപരോധമാണ്. അഥവാ ഇറാന്റെ ഇടപാടുകളെ, ഇറാന്റെ വാണിജ്യ മേഖലയെ തകർക്കാനുള്ള ഒരു പദ്ധതിയാണ് യൂറോപ്യൻ യൂണിയൻ നടത്തുന്നുള്ളത് എന്നുള്ള ആരോപണമാണ് ഇറാൻ നടത്തുന്നുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഏതെങ്കിലും രീതിയിൽ റഷ്യക്കുള്ള ഇത്തരം ആയുധങ്ങൾ നൽകുന്ന, മിസൈലുകൾ നൽകുന്ന സംഗതികൾ തങ്ങൾ ചെയ്തിട്ടില്ല എന്നും ഇത് തെറ്റായ ആരോപണമാണ് എന്നും തങ്ങളുടെ വാണിജ്യ മേഖലയെ തകർക്കാനും തങ്ങളുടെ സാമ്പത്തിക സുസ്ഥിരതയെ തകർക്കാനുമുള്ള പദ്ധതിയാണ് എന്നുമാണ് ഇറാൻ പറയുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ട വാർത്ത എന്നുള്ളത് അത് ഗസയിൽ നിന്ന് തന്നെയാണ്. ആ ഗസയിലെ ഈ ഒരു മനുഷ്യക്കുരുതി, ഇത്തരം ഒരു വംശഹത്യയെ അന്വേഷിക്കണമെന്ന് വിശുദ്ധനായ ക്രിസ്ത്യൻ സമൂഹം കാണുന്നുള്ള മാർപ്പാപ്പ് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വിധേയമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഫലസ്തീൻ എന്നുള്ള രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിനുള്ള പിന്തുണ ലോകത്താകമാനം കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടി ഇത് വ്യക്തമാക്കുന്നുണ്ട്.